നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സയൻസിനെ പോലും ഞെട്ടിച്ച കടൽ പെട്ടെന്ന് വറ്റിപ്പോയതിനെക്കുറിച്ചുള്ള ആ സത്യങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾ എന്നെങ്കിലും കടൽ തീരത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ കൺമുന്നിൽ നിന്ന് സമുദ്രം അപ്രത്യക്ഷമായാൽ എന്തു ചെയ്യും? വെറുതെ ഒരു ചെറിയ തിരമാലയല്ല, മൈലുകളോളം ദൂരത്തേക്ക് സമുദ്രം പിൻവാങ്ങിപ്പോവുകയാണെങ്കിൽ, തീരത്ത് മീനുകളും കക്കകളും അങ്ങുമിങ്ങും പിടയുന്നത് കാണുമ്പോൾ നിങ്ങൾ അതൊരു അത്ഭുതമായി കണ്ട് വീഡിയോ എടുക്കാൻ നിൽക്കുമോ, അതോ ജീവൻ രക്ഷിക്കാൻ ഓടുമോ? കേൾക്കുമ്പോൾ ഇതൊരു കെട്ടുകഥയാണെന്ന് തോന്നാം, പക്ഷേ ചരിത്രം പരിശോധിച്ചാൽ പലതവണ കടൽ ഇത്തരത്തിൽ വറ്റിപ്പോയിട്ടുണ്ട്. ആ കാഴ്ച കണ്ടവർക്ക് അത് ജീവിതത്തിലെ അവസാനത്തെ കാഴ്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക, കാരണം അവസാനം പറയാൻ പോകുന്ന ആ സംഭവം നിങ്ങൾ വിശ്വസിക്കില്ല. നമ്മൾ സാധാരണയായി കാണുന്നത് തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറുന്നതാണ്. എന്നാൽ പ്രകൃതിയുടെ ഒരു വിചിത്രമായ പ്രതിഭാസം കൊണ്ട് ചിലപ്പോൾ വെള്ളം കരയിൽ നിന്ന് തിരിച്ചൊഴുകാറുണ്ട്. ഇതിനെ സയൻസ് ഭാഷയിൽ മെട്രിയോളജിക്കൽ സുനാമി എന്നോ അല്ലെങ്കിൽ വെറും കടൽവറ്റൽ എന്നോ പറയാം. 2004 ഡിസംബർ 26 ആ സുനാമി തായ്ലൻഡ് തീരത്തെത്തുന്നതിന് തൊട്ടുമുമ്പ് അവിടെയുണ്ടായിരുന്നവർ കണ്ട കാഴ്ച സമാനതകളില്ലാത്തതായിരുന്നു. അന്ന് രാവിലെ കടൽ പെട്ടെന്ന് ഉൾവലിയാൻ തുടങ്ങി. കരയിൽ നിന്ന് മൈലുകളോളം ദൂരത്തേക്ക് വെള്ളം പോയി. തീരത്ത് വലിയ വലിയ മത്സ്യങ്ങൾ പിടയുന്നത് കണ്ടപ്പോൾ ടൂറിസ്റ്റുകൾ കൗതുകത്തോടെ അങ്ങോട്ട് ഓടി. വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും അവർ തിരക്കുകൂട്ടി. അവർ അറിഞ്ഞില്ല അത് പ്രകൃതി അവരോട് പറയുന്ന അന്ത്യശാസനമായിരുന്നു എന്ന്. നിമിഷങ്ങൾക്കുള്ളിൽ ആ കടൽ ഒരു കൂറ്റൻ ഭിത്തി പോലെ ഉയർന്നു വന്നപ്പോൾ എല്ലാം അവസാനിച്ചിരുന്നു. എന്നാൽ ഇതേപോലെ മറ്റൊരു സംഭവം 2017 അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നടന്നു. ഇർമ എന്ന ചുഴലിക്കാറ്റ് കരയെ ലക്ഷ്യമാക്കി വരുന്ന സമയം. ആ കാറ്റിന്റെ ശക്തി എത്രത്തോളമായിരുന്നുവെന്ന് വെച്ചാൽ കടൽവെള്ളത്തെ അത് വലിച്ചെടുക്കുകയായിരുന്നു. തീരത്ത് നിൽക്കുന്നവർക്ക് കടലിന്റെ അഗാധമായ അടിത്തട്ട് വരെ കാണാൻ സാധിച്ചു. സാധാരണ വെള്ളത്തിനടിയിൽ മാത്രം കാണുന്ന പാറകളും ജീവികളും മണൽപ്പുറത്ത് വെളിച്ചം കണ്ടു. അന്ന് ആളുകൾക്കതൊരു അത്ഭുതമായിരുന്നെങ്കിലും ശാസ്ത്രജ്ഞർ പറഞ്ഞത് അതൊരു വൻ ദുരന്തത്തിന്റെ തുടക്കമാണെന്നാണ്. ഇനി നിങ്ങൾ ചോദിച്ചേക്കാം, സുനാമിയും ചുഴലിക്കാറ്റും അല്ലാതെ കടൽ വറ്റുമോ എന്ന്. തീർച്ചയായും പറ്റും. 1960കളിൽ ചിലയിടങ്ങളിൽ കടൽ പെട്ടെന്ന് പിൻവാങ്ങിയപ്പോൾ ശാസ്ത്രലോകം ഞെട്ടിയിരുന്നു. സമുദ്രത്തിനടിയിലുള്ള വലിയ ഭൂകമ്പങ്ങൾ അഥവാ അണ്ടർവാട്ടർ എർത്ത് ക്വേക്ക് നടക്കുമ്പോൾ കടലിന്റെ അടിത്തട്ടിൽ വിള്ളലുകളുണ്ടാകാം. ആ വിള്ളലുകളിലൂടെ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഭൂമിയുടെ ഉള്ളിലേക്ക് ചോർന്നു പോകാറുണ്ട്. അത്തരമൊരു സംഭവം നടന്നാൽ കടൽ വറ്റുക മാത്രമല്ല, ആ പ്രദേശം തന്നെ അപ്രത്യക്ഷമാകും. സയൻസ് ഫിക്ഷൻ സിനിമകളിൽ കാണുന്നതുപോലെ സമുദ്രത്തിനടിയിൽ ഒരു വലിയ കുഴി ഉണ്ടാവുകയല്ല, മറിച്ച് പ്രകൃതിയുടെ ആ വലിയ ശക്തിക്ക് മുന്നിൽ നമ്മൾ വെറും നിസ്സാരരാണ് എന്നതാണ് സത്യം. പലപ്പോഴും ഇത്തരം കാഴ്ചകൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യപ്പെടാറുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാം പല തീരങ്ങളിൽ വെള്ളം ഉൾവലിയുന്നത് കണ്ടിട്ട് ആളുകൾ പരിഭ്രമത്തോടെ ഓടുന്ന വീഡിയോകൾ. ആ വീഡിയോകളിൽ കാണുന്ന ആ ഒരു ഭയം വ്യാജമല്ല. കാരണം ശാസ്ത്രം പറയുന്നത് കടൽ പെട്ടെന്ന് വറ്റിപ്പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മണൽപ്പുറത്ത് നിൽക്കരുത്, ഉടനെ തന്നെ ഉയർന്ന കുന്നുകളിലേക്കോ കെട്ടിടങ്ങളിലേക്കോ ഓട്ടി മാറണമെന്നാണ്. കാരണം എപ്പോഴാണോ വെള്ളം പിൻവാങ്ങുന്നത് അതിനേക്കാൾ ഇരട്ടി വേഗത്തിൽ അത് തിരികെ വരും. അപ്പോൾ എന്ത് സംഭവിക്കും? ആ വെള്ളം മണൽപ്പുറത്തുള്ളതെല്ലാം തൂത്തെറിയും. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. ചരിത്രത്തിൽ ഒരിക്കൽ വറ്റിയ കടൽ തിരികെ വരാനെടുത്ത സമയം വെറും മിനിറ്റുകളാണ്. ചിലയിടങ്ങളിൽ മണിക്കൂറുകളോളം വറ്റിക്കിടന്ന ശേഷം പെട്ടെന്നൊരു വലിയ തിരയായി അത് ആഞ്ഞടിച്ചു. ഇതൊരു പ്രകൃതി ദുരന്തം മാത്രമല്ല, ഇതൊരു മുന്നറിയിപ്പാണ്. സമുദ്രം എന്ന മഹാപ്രതിഭാസം നമ്മൾ കരുതുന്നതിലും അപ്പുറത്താണ്. അതിന്റെ ഓരോ പിൻവാങ്ങലും ഒരു വലിയ മാറ്റത്തിന്റെ സൂചനയാകാം. പ്രകൃതിക്ക് എപ്പോൾ വേണമെങ്കിലും അതിന്റെ ഭാവം മാറാം. സമുദ്രം ഇത്രയും ശാന്തമായി കിടക്കുമ്പോഴും അതിനുള്ളിൽ എന്തെല്ലാം വലിയ മാറ്റങ്ങളാണ് നടക്കുന്നത് എന്നാർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് കടൽ തീരത്ത് പോകുമ്പോൾ ഈ വലിയ സത്യം എപ്പോഴും ഓർക്കുക. കടൽ പെട്ടെന്ന് വറ്റിപ്പോകുന്നത് ഒരു വിനോദമല്ല, അതൊരു വലിയ മുന്നറിയിപ്പാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത്തരമൊരു കാഴ്ച കാണാൻ അവസരം ലഭിച്ചാൽ അത് പകർത്താൻ നിൽക്കാതെ ജീവൻ രക്ഷിക്കാൻ ഓടുക. ഈ വിവരം മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക, കാരണം ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ഷെയർ ആയിരിക്കും നാളെ ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നത്. സമുദ്രത്തിന്റെ ഈ നിഗൂഢമായ വശത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ.